അസ്സലാമു അലൈക്കും. പിറ്റേന്ന് രാവിലെ ഫർസാനയെയും കൊണ്ട് ഷാഫി കോളേജിലേക്ക് അഡ്മിഷൻ അയച്ചെന്നു. കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവളെ അറിയാവുന്ന പെൺകുട്ടികൾ അടുത്തേക്ക് വന്നതും തന്നെ പരിചയപ്പെടുത്താതെ അവരോടൊപ്പം മുന്നോട്ട് പോകുന്ന ഫർസാനയെ ശ്രദ്ധിച്ച് ഷാഫി അവളോടൊപ്പം നടന്നു. ഓഫീസ് വർക്കുകളെല്ലാം പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങിയതും അവൾ പറഞ്ഞു, നിങ്ങളെ വണ്ടിക്കരികിലേക്ക് ചെല്ലിട്ടോ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് സംസാരിച്ചിട്ട് വേഗം വരാം. ഷാഫി അത് അനുസരിച്ചുകൊണ്ട് ബൈക്കിനരികിലേക്ക് ചെന്നു. നേരം ഒരുപാട് കഴിഞ്ഞിട്ടും വരാത്തത് കണ്ടപ്പോൾ അവളെ മൊബൈലിലേക്ക് വിളിച്ചതും അവൾ കോള് കട്ട് ചെയ്തു. അവൻ്റെ ക്ഷമ നശിക്കാൻ തുടങ്ങി. അവളെ വിളിക്കാൻ പോയാലോ എന്ന് ചിന്തിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവൾ വരുന്നത്. വന്നയുടനെ അവൾ ബൈക്കിലേക്ക് കയറിയിരുന്നു. എന്നാണ് വരേണ്ടത്? അവളൊന്നും മിണ്ടുന്നില്ല. കേൾക്കുന്നില്ലേ എന്നാണ് ക്ലാസ് തുടങ്ങുന്നതെന്ന്? ഏതോ ആലോചനയിൽ നിന്നും വെട്ടി ഉണർന്ന പോലെ അവൾ പറഞ്ഞു. അടുത്ത തിങ്കളാഴ്ച. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് യാത്ര തിരിച്ചു. യാത്രക്കിടയിൽ അവൻ ചോദിച്ചു, എന്തെങ്കിലും കഴിക്കണോ? വേണ്ട, വീട്ടിൽ പോകാം. എന്നാൽ ഓക്കെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അവൻ വീട്ടിലെത്തി. വീട്ടിലേക്ക് എത്തിയതും റൂമിലേക്ക് പോകുന്ന അവളെ കണ്ടാണ് ഷാഫി പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങുന്നത്. അപ്പോഴാണ് ഉമ്മ വന്നുകൊണ്ട് ചോദിച്ചത്, നീ എവിടേക്ക് പോവുകയാ? പുറത്തുനിന്ന് പോണമ്മ, ചെറിയൊരു ആവശ്യമുണ്ട്. എന്തേമ്മ, എന്തേലും വാങ്ങാണ്ടോ? മോനെ, ഞാനിപ്പോഴും ഹോസ്പിറ്റലിൽ പോയിരുന്നു കേട്ടോ. എനിക്ക് തീരെ സുഖമില്ല മോനെ. തലൻ്റെ ഉള്ളിൽ സഹിക്കാൻ വയ്യാത്തൊരു സഞ്ചാരം. എന്ത് പറ്റുമ്മ എന്ന് ഷാഫി ചോദിച്ചു. അവൻ ഉമ്മയെയും കൊണ്ട് റൂമിലേക്ക് ചെന്നു. കുറേ ദിവസമായി തുടങ്ങിയിട്ട് മോനെ. ഡോക്ടർ സ്കാനിങ് ഒക്കെ കൊടുപ്പിച്ചു. അയാൾ പറയുന്നത് സ്കാനിങ് ഒക്കെ നോക്കി ഒരു കുഴപ്പമില്ല എന്നാണ്. പക്ഷേ എന്താണ് എനിക്കറിയില്ല മോനെ, സഹിക്കാൻ കഴിയുന്നില്ല. മരുന്നൊക്കെ കുറേ ഉണ്ട്. കുടിക്കുമ്പോൾ ഒന്ന് മാറും, പിന്നെയും തുടങ്ങും. തലൻ്റെ ഉള്ളിൽ വലിയ വിങ്ങുന്ന പോലെ. എന്താ എനിക്ക് പറ്റിയതറിയില്ല. അതെന്താ അമ്മ അങ്ങനെ? നമുക്ക് വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചാലോ? അറിയില്ല മോനെ. അയൽവാസി ആചരത്താത്ത പറഞ്ഞതേ ഈ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ്. വീട്ടിലോ? എന്ത് പ്രശ്നം ഇവിടെ? അറിയില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തതാവുമെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ആർക്കാ അങ്ങനെയുള്ളതിലേക്ക് വിശ്വാസം? നമുക്കാർക്കും ആ വിശ്വാസമൊന്നുമില്ലല്ലോ. ഷാഫി ആ മറുപടി ശ്രദ്ധിക്കാതെ പറഞ്ഞു, അങ്ങനെയൊന്നും ചിന്തിക്കണ്ടമ്മ. നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം. എനിക്കിപ്പോൾ സംശയമുണ്ട് ഷാഫി. ഒരു കുഴപ്പമില്ലാത്ത സുറമിക്ക് അങ്ങനെയൊന്നും ഒപ്പം എനിക്കും. അപ്പോഴാണ് സുറുമ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഷാഫിയുടെ ഓർമ്മയിലേക്ക് വരുന്നത്. ഉമ്മ, ഞാനേ പുറത്ത് പോയി വരാം കേട്ടോ ഒന്ന്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ തലയാട്ടി. വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് ബൈക്ക് നിർത്തി സുറുമയെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. കാര്യങ്ങൾ കേട്ട സുറുമി പറഞ്ഞു, ഉമ്മാക്ക് മാത്രമല്ല ഷാഫി, ആ വീട്ടിൽ ഉള്ളവർക്ക് മുഴുവൻ അസുഖങ്ങളായിരിക്കുന്നു. അവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് സമാധാനം കിട്ടാതെ അത്രക്കും സിഗർ ചെയ്ത് കൂട്ടിയിട്ടുണ്ടത്രേ. ഷാഫി സംഭവം മനസ്സിലാകാതെ ചോദിച്ചു, ആരുത്താ? അതെ, ആ ഫെബിനയുടെ വീട്ടുകാരെ. അവരോ? ആരാണ് പറഞ്ഞത്? എൻ്റെ അസുഖം മാറ്റിത്തന്നവർ. അല്പം കൂടി ഞാൻ വെച്ച് കളിക്കുകയായിരുന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുകയില്ലാതെ മാറില്ലായിരുന്നു. പക്ഷേ എൻ്റേത് തുടക്കത്തിലേ ഞാനത് മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പോൾ അസുഖം മാറി. പക്ഷേ വീണ്ടും വരുമെന്നൊക്കെ പറയുന്നു. എല്ലാം മാറണമെങ്കിലേ ആ വീട്ടിൽ നിന്നും നമ്മൾ മാറി താമസിക്കണം. അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? അങ്ങനെയൊക്കെ ഉണ്ടോ? അതാ ഷാഫി ഞാൻ ഈ വിഷയം ഉമ്മയോട് പറയാത്തത്. ഉമ്മാക്കും നമ്മുടെ വീട്ടുകാർക്കൊന്നും ആർക്കും അതിൽ വിശ്വാസമില്ല. എന്താണ് അതിന് ചെയ്യുക? ഉമ്മയും പറഞ്ഞു വരുന്നത് ഇതൊക്കെ തന്നെയാണ്. എനിക്ക് എന്തൊക്കെയോ ഇത് കേൾക്കുമ്പോഴേ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഷാഫി, നമ്മൾ എത്രത്തോളം ഇതിനെ നിസ്സാരമായി കാണുന്നവർ അത്രത്തോളം നമ്മൾ അനുഭവിക്കും. ശത്രുക്കളില്ലാത്തവർക്കൊരു കുഴപ്പമില്ല. നമുക്കിഷ്ടം പോലെ ഉണ്ടല്ലോ. അവരെ ഏതറ്റവും വരെ പോവും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ. ഹോസ്പിറ്റലിൽ പോയാലും മാറൂല ഇതൊന്നും. നമുക്ക് ഉമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് കൊണ്ടുപോയി നോക്കാട്ടോ. മാറിയില്ലെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റൽ കാണിക്കാം. ഈ എന്താ പറയുന്നത്? എന്നാൽ അങ്ങനെ ചെയ്യുക. അതൊന്ന് എനിക്കും ഉറപ്പ് വരുത്തണമെന്നുണ്ട്. പെട്ടെന്ന് എൻ്റെ ഓർമ്മ വന്നതുപോലെ ഷാഫി ചോദിച്ചു, ഞാനന്ന് ലാസ്റ്റ് നിങ്ങളെ വിളിച്ചപ്പോൾ എന്തോ കാര്യം പറയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു അത്? ഷാഫി അത് ചോദിച്ചതോടെ സുറുമി പറയാൻ തുടങ്ങി. ഞാനിന്ന് വിളിച്ചതേ എന്നെ കാണിക്കാൻ അവസാനം പോയ സമയത്ത് ഞാൻ അവരോട് നിൻ്റെ കാര്യങ്ങളെ സൂചിപ്പിച്ചിരുന്നു കേട്ടോ. അവരെൻ്റെ ഉപ്പയുടെ ഒരു ബന്ധുവാണ്. അതുകൊണ്ട് എല്ലാം പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്യാം.
എപ്പോഴും ഭയങ്കര തിരക്കാണ് ആളുകൾ വന്നിട്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സിഹറോ മറ്റോ ചെയ്യുന്ന ആളല്ല കേട്ടോ. എല്ലാ അസുഖങ്ങളും കണ്ടെത്തും. സിഹറാണെങ്കിൽ സിഹറാണെന്ന് പറയും, അതിനുള്ള ചികിത്സ നടത്തും. ചില ആളുകൾ വന്നാൽ ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്നും പറയും. അങ്ങനെ രണ്ടും വേർതിരിച്ച് കൊടുക്കുന്ന ആളാണ്. ഈ വിഷയത്തിൽ നല്ലോണം അറിവും പഠിപ്പുണ്ട്. അല്ലാതെ ചെറിയ എന്തെങ്കിലും കഴിവ് കൊണ്ട് കുറേ ക്യാഷ് മേടിച്ച് വെക്കുന്ന ആളല്ല. ഷാഫി സുറുമിയെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. വിശ്വാസം ഇല്ലാത്ത ഒരാൾ പെട്ടുകിടക്കുന്ന ബുദ്ധിമുട്ട് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എളുപ്പമല്ലേ എന്നുള്ളത് സുറുമിക്ക് നല്ലോണം അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് കാര്യങ്ങൾ പറയാതെ എന്താണ് സംഭവങ്ങളെന്ന് സുറുമി വിശദമാക്കി പറയുന്നത്. സുറുമി വീണ്ടും പറഞ്ഞു, നിന്റെ രണ്ടാമത്തെ കല്യാണം നോക്കുന്ന സമയത്ത് നടന്ന ചില കാര്യങ്ങളില്ലേ? നീ കണ്ട് ഇഷ്ടപ്പെട്ടു വന്ന കുട്ടിയെ ഞങ്ങൾ പോയി കണ്ടപ്പോൾ പറ്റാതെ വന്നത്. നിന്റെ ഒരുപാട് ആലോചനകൾ ഒരു കാരണവുമില്ലാതെ മുടങ്ങിയത്. മൂത്തമ്മ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അന്ന് വരെ കാണാത്ത ഒരാളായി നീ മാറിയത് എല്ലാം ഞാൻ ശ്രദ്ധിച്ചിരുന്നു മോനെ. അങ്ങനെ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരെന്തൊക്കെയോ എഴുതിയും കുറിച്ചും കുറേ മിണ്ടാതെ ഇരുന്നു. അവസാനം പറഞ്ഞു, അവനെ ഒന്ന് കാണണം എന്നാലേ എനിക്ക് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആളൊരു നല്ല കെണിയിൽ പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. ഞാൻ എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്നും നീ വരില്ലെന്നും പറഞ്ഞപ്പോൾ അവർ നിന്നോടൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. നിന്റെ കാലിന് മുട്ടിന് താഴെ 2 കാലിലും ഒരു കറുത്ത പാടും ഇടയ്ക്കിടയ്ക്ക് മാത്രം അത് വല്ലാതെ ചൊറിച്ചിലും ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അത് ചോദിക്കാനാണ് ഞാൻ അന്ന് നിന്നെ വിളിച്ചത്. പക്ഷേ ഫർസാനെക്കുറിച്ച് നീ പറഞ്ഞതും നിന്റെ അപ്പോഴത്തെ അവസ്ഥയും കൂടി കണ്ടപ്പോൾ അപ്പോൾ ഈ വിഷയം പറഞ്ഞാൽ നീ ശ്രദ്ധിക്കില്ല എന്ന് തോന്നി. അതാ ഞാൻ പിന്നെ ഒന്നും പറയാഞ്ഞത്. സുറുമി കാര്യങ്ങൾ പറയുമ്പോൾ ഷാഫി കാലുകളിൽ അടുത്തിടെ കാണാൻ തുടങ്ങിയ കറുത്ത പാട് നോക്കിയായിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ആ ഇത്ത, അയാളെ പറഞ്ഞത് ശരിയാണ്. എൻ്റെ 2 കാലിലും ഇപ്പോൾ അവർ പറഞ്ഞ പാടുണ്ട്. മറ്റേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇപ്പം തുടങ്ങിയതാണ്. ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം ഓളെ ഡൈവേഴ്സ് ചെയ്തതിന് ശേഷം തുടങ്ങിയതാ. ഞാനത് സ്കിൻ ഡോക്ടറെ കാണിച്ച് മരുന്ന് കുടിക്കുന്നുണ്ട്. പക്ഷെ ഒരു മാറ്റം ഇല്ലെത്താ. ഇടയ്ക്ക് മാത്രം വല്ലാതെ ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ പുരട്ട ഒരു ഓയിൻമെൻ്റ് ഉണ്ട്, അത് തേക്കും. അപ്പോൾ ഒരു ആശ്വാസം കിട്ടും. പിന്നെയും തുടങ്ങും. കൂടുന്നു എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. അതെങ്ങനെ അയാൾക്ക് മനസ്സിലായി? ഏതായാലും ഞാൻ ഉമ്മയോടൊപ്പം വരാട്ടോ. എന്നാൽ നമുക്ക് നാളെ തന്നെ പോകാം. അവരെ വീട്ടിൽ പോയി കാണാം. അല്ലെങ്കിൽ തിരക്കായിരിക്കും. വീട്ടിൽ ആകുമ്പോൾ നമുക്ക് ആശ്വാസത്തിൽ എല്ലാം സംസാരിക്കാം എന്ന് സുറുമി പറഞ്ഞപ്പോൾ സമ്മതിച്ചുകൊണ്ട് ഷാഫി ഫോൺ വെച്ചു. ഉമ്മയെ വിളിച്ച് ആരും കേൾക്കാത്ത വിധം സുറുമി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന്. പോകുന്ന കാര്യം ഫർസ അറിയണ്ട കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് ഇതിനൊക്കെ നടക്കലാണ് പണിയെന്ന് തോന്നും. അല്ലെങ്കിലേ ഓളം മോന്ത എപ്പോൾ നോക്കിയാലും ഒരു കൊട്ട കയറ്റിക്കൊണ്ടാണ്. ഇനി അതും കൂടി അറിയണ്ട. നമുക്ക് ഉപ്പയെ കൂട്ടി പോവാം. വഫയും മുന്താസും അവിടെ കൂടെ ഇവിടെ നിൽക്കട്ടെ. ആ അങ്ങനെ മതിമ്മ, നമുക്ക് നാളെ തന്നെ പോവാം. എന്തായാലും എങ്ങനെയാണെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റണ്ടേ. നമുക്ക് ഒരു തെറ്റുമില്ലല്ലോ. നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനേ, നമ്മളൊരാളെ ഉപദ്രവിക്കാനല്ലല്ലോ. എന്തായാലും നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് അവൻ റൂമിലേക്ക് പോയി. റൂമിലേക്ക് ചെന്ന് ഡ്രസ്സ് മാറ്റുമ്പോൾ അടുത്തേക്ക് വന്ന ഫർസാന ചോദിച്ചു, നിങ്ങളെ എവിടെയൊക്കെ പോയത്? ആ പുറത്തുനിന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്തേ? ഷാഫിയുടെ മറുപടി കേട്ട് അവൻ്റെ ഇപ്പോഴത്തെ മൂഡ് മനസ്സിലാക്കി അവൾ ചോദിച്ചു, ഞാനേ കുറച്ച് ദിവസം ക്ലാസ് തുടങ്ങുമ്പോഴത്തേന് എൻ്റെ വീട്ടിൽ പോയിന്ന് നിൽക്കട്ടെ. അതെന്തിനാ? ഞാൻ വന്നിട്ട് കുറേ ദിവസമായില്ലേ. ആ 1-2 ദിവസം പോയി നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പോയിക്കോ. അതെന്താ? എന്താ 2 ദിവസം മാത്രം? അല്ലാതെ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഈ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുക? എനിക്കൊരാഴ്ച നിൽക്കണം. നിനക്ക് 2 ദിവസം നിൽക്കണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്നാൽ മതി കേട്ടോ. നിങ്ങളെന്താ ഇങ്ങനെ? ആ ഞാൻ എങ്ങനെയാണ്, എനിക്ക് പോകണം. അവൾ ശബ്ദം കനിപ്പിച്ചതോടെ ഷാഫി ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, പറഞ്ഞല്ലോ പൊയ്ക്കോന്നേ. 2 ദിവസം കഴിഞ്ഞ് വരണമെന്നേ ഉള്ളൂ. എല്ലാവരും കല്യാണം കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ നിൽക്കാൻ പോകും. ഇവിടെ എല്ലാം ഓപ്പോസിറ്റാണ്. ആ ഇവിടെ ഇങ്ങനെ തന്നെയാണ്. അതെ, ഇവിടെ എല്ലാം പുതിയ മോഡലാണ്. അടുക്കളയിൽ കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കുമ്പോൾ മരുമക്കൾ ഉപ്പുണ്ടോ എരിവുണ്ടോ എന്ന് നോക്കുന്ന അമ്മായിമ്മ. എന്തും ആദ്യം അമ്മായിമ്മനോട് ചോദിക്കണം. പറഞ്ഞാൽ കൂടുമെന്നറിയാവുന്നത് കാരണം ഷാഫി അവളെ നോക്കാതെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നു. ഫർസാന പറഞ്ഞ് അവസാനം പറഞ്ഞു, ഒരു വീടും അതിൽ 1000 ആൾക്കാരും. വേറെ പോയിക്കൂടെ മൂത്ത ആൾക്കാർക്ക്? ആ വാക്കുകൾ കേട്ടതും ഷാഫി മൊബൈൽ ബെഡിലേക്കിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, നീ ഇപ്പോൾ എന്താ പറഞ്ഞത്? ഒരിക്കൽ കൂടി പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ. ഫർസാന അവൻ്റെ ചോദ്യം കേട്ട് ഒന്നും മിണ്ടിയില്ല.
കൈകെട്ടി നിൽക്കുന്ന അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ഷാഫി വീണ്ടും പറഞ്ഞു, വീണ്ടും പറ, നീ എന്താ നിർത്തിയത്? ഇപ്പോൾ പറഞ്ഞത് ഒരിക്കൽ കൂടി പറ. ഷാഫിക്ക് തൻ്റെ മറുപടി ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കി അവൾ പറഞ്ഞു, ഞാൻ ഒന്നും പറയുന്നില്ല. അതെന്താ? ഇതുവരെ 4 നാവ് കൊണ്ട് നീ പറഞ്ഞത് നീയല്ലേ? പറയടി, ആരാണ് ഇവിടെ നിന്നും വേറെ പോകേണ്ടത്? അവൾ മിണ്ടാതെയായതും ഷാഫി പറഞ്ഞു, നോക്ക് ഫർസാന, നീ എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത് കേട്ടോ. നീ ഇപ്പോൾ കുറേ പറഞ്ഞല്ലോ എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും കുറ്റങ്ങളെ. നീ എല്ലാം കൊണ്ടും ഓക്കെയാണോ? ഒരാണിന് ഭാര്യ നൽകേണ്ടത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാമോ? ഇത്ര ദിവസമായിട്ടും നീ എനിക്ക് എന്താണ് നൽകിയത്? എന്നെക്കൊണ്ട് പച്ചക്ക് പറയിപ്പിക്കണോ? വേണം ഞാൻ അതും പറഞ്ഞു തരാം. ഇതെല്ലാം കണ്ടിട്ട് മുന്നോട്ട് പോകുന്ന ഞാനൊരു പൊട്ടനാണെന്ന് നീ കരുതുന്നുണ്ട് ഫർസാന? ഷാഫിയുടെ ക്ഷമയ്ക്ക് മറ്റുള്ള അർത്ഥം നൽകല്ലേ മുളയെ. എല്ലാം കൂടി ഞാനുണ്ടാവും ഒരു ദിവസം തീയിട്ട് കത്തിക്കൽ. അതുവരെ എൻ്റെ ക്ഷമ നീ പരീക്ഷിക്കാൻ നിൽക്കണ്ട കേട്ടോ. ആദ്യം നീ നിൻ്റെ ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക, എന്നിട്ട് വാ നിൻ്റെ ആവശ്യങ്ങൾക്ക്. അല്ലാതെ നാവിൻ്റെ നീളം മാത്രം എൻ്റെ മുന്നിൽ കാണിച്ച ആ നാവ് ഞാൻ അരിയും. ഓ പിന്നെ എന്ന മട്ടിൽ അവൾ മുഖം തിരിച്ചപ്പോൾ ഷാഫി പറഞ്ഞു, നീ 2 ദിവസത്തിനും പോവില്ല, 1 ദിവസത്തിനും പോവില്ല. എനിക്കൊന്ന് കാണണം ഈ പോകുന്നത്. അത് കേട്ടതും അവൾ ബെഡിലേക്ക് കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. അവൻ അവളെ നോക്കാതെ വാതിലും ചാരി പുറത്തേക്ക് നടന്നു. ഷാഫിയുടെ വരവ് ഹാളിൽ നിന്ന് കാണുന്ന ഉമ്മ അവരുടെ സംസാരങ്ങളിൽ ചിലതൊക്കെ കേട്ടതുപോലെ തോന്നി. ഉമ്മ പറഞ്ഞു, അവൾക്ക് പോകണമെങ്കിൽ പോയിക്കോട്ടെ മോനെ, നീ എന്തിനാ പിടിച്ചു വെക്കുന്നത്? അവൾ മുന്താസിനെ കൊണ്ട് എന്നോട് ചോദിച്ചിരുന്നു പോകട്ടെ എന്ന്. അവൾക്ക് എന്നോട് നേരിട്ട് ചോദിക്കാൻ വയ്യ, പേടിച്ച് കാണും. മരുമക്കളെ തിന്നാണല്ലേ ഞാൻ ജീവിക്കുന്നത്. ഷാഫി പറഞ്ഞു, ഉമ്മ അവൾക്ക് പോകണമെങ്കിൽ പോയിക്കോട്ടെ, 2 ദിവസം മാത്രം പോയി നിന്നോട്ടെ, അല്ലാതെ ഒരാഴ്ച പോയിട്ട് 1 ദിവസം കൂടുതൽ നിൽക്കാൻ പറ്റൂല. ഉമ്മ പതുക്കെ പറഞ്ഞു, പറഞ്ഞയച്ചേക്കേ, പോയാൽ നാളെ നമ്മൾ പോകുമ്പോൾ അവൾ അറിയുകയും ചെയ്യില്ല. അത് ശരിയാണല്ലേ ഉമ്മ. ഞാനെന്തായാലും പുറത്ത് പോയി വന്നിട്ട് പറയാം. അല്ലാതെ അവളെ കണ്ണീര് കണ്ടിട്ട് ഞാൻ സമ്മതിച്ചാണെന്ന് അവൾക്ക് തോന്നും. പുറത്തു പോയി വന്ന ഉടനെ റൂമിലേക്ക് ചെന്നപ്പോൾ അവൾ അതേ കിടപ്പാണ്. അടുത്തേക്കിരുന്ന് ശബ്ദം മയപ്പെടുത്തി, നിനക്ക് പോകണമെങ്കിലേ ഒരുങ്ങാൻ നോക്ക്, 2 ദിവസം കഴിഞ്ഞ് ഞാൻ കൊണ്ടുവരാൻ വരും. ഇനി വാശി കാണിച്ചാൽ ഈ വിഷയത്തിൽ ഇനി നമ്മൾ തമ്മിലൊരു സംസാരം ഉണ്ടാവില്ല കേട്ടോ. ഷാഫിയുടെ സ്വഭാവം പഠിച്ചത് കൊണ്ടാവണം അവൾ എഴുന്നേറ്റ് കണ്ണുകൾ തുടച്ച് ബാത്റൂമിലേക്ക് പോകുന്നത് നോക്കി ഷാഫി നെടുവീർപ്പിട്ടത്. ഇങ്ങനെയുള്ള ഭാര്യമാരെ കിട്ടിയാൽ ഒരു പുരുഷനെ എന്ത് ചെയ്യാനാണ് എന്നവൻ ആലോചിച്ചു കൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരം അവളെയും കൊണ്ട് അവളെ വീട്ടിലേക്ക് തിരിച്ചു. സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് കൊണ്ടാവണം സന്തോഷം മുഖത്ത് കാണാൻ കഴിഞ്ഞത് ഷാഫി ശ്രദ്ധിച്ചു. സംസാരത്തിൽ മാറ്റമൊന്നുമില്ല, ചോദിക്കുന്നതിന് മാത്രം മറുപടി കിട്ടി. വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെയും പതിവ് തെറ്റിച്ച് മാറ്റങ്ങളൊന്നുമില്ല. വാപ്പ പുറത്തു പോയതാണ്. അകത്തേക്ക് കയറിയിരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ ചായയുമായി വന്നു. ഒന്ന് ചിരിച്ച് തട്ടവും ശരിയാക്കി അവർ അല്പം മാറി നിന്നു. ഒന്നും സംസാരിക്കുന്നില്ല. പരിചയമില്ലാത്ത വീട്ടിലേക്ക് വന്നതുപോലെ അനുഭവപ്പെട്ടത് ഉമ്മയോട് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. അവസാനം കൂടുതൽ തൻ്റെ അരികിൽ നിൽക്കാതെ അവളുടെ ഉമ്മയും അകത്തേക്ക് പോയതും യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഈ വരവിൽ അവരുടെ പെരുമാറ്റങ്ങൾ കണ്ട് മനസ്സിൽ അസ്വസ്ഥതയൊന്നുമില്ല. നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുമ്പോഴാണ് എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുക. ഷാഫിയും മാറാൻ പഠിച്ചു കഴിഞ്ഞു. അവനവൻ്റെ വിധി എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ പരിസരത്ത് ഉണ്ടാവും. എന്ത് ചെയ്യാൻ? അങ്ങനെ ചിന്തിക്കാൻ ഈ ദുനിയാവും അതിലുള്ളതും നമ്മളെ സമ്മതിക്കുകയില്ല എന്ന് മാത്രം. അവളെ വീട്ടിലാക്കി തിരിച്ചു വരുമ്പോൾ സുറുമയോടൊപ്പം പിറ്റേന്ന് പോകുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എന്നാലും അയാളെ തന്നെ കാണണമെന്ന് പറഞ്ഞ് എന്തിനായിരിക്കും? കാലിലുള്ള പാടുകൾ അയാളെങ്ങനെ അറിഞ്ഞ്? സുറുമിത്ത പറഞ്ഞതിലും കാര്യമുണ്ടാവും. ആരും ഞങ്ങൾക്ക് പിറകിലുണ്ട്. വീട്ടിൽ വന്നപ്പോൾ ഉമ്മയോട് പറഞ്ഞു, നാളെ പോകുമ്പോൾ എല്ലാവർക്കും കൂടി പോകാം, താത്തമാർ എല്ലാവരും വന്നോട്ടെ, അവരെയായിട്ട് ഒഴിവാക്കണ്ട. ശരിയാണെന്ന മട്ടിൽ ഉമ്മയും സമ്മതിച്ചു. റൂമിലേക്ക് ചെന്നപ്പോൾ മനസ്സിനൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നത് പോലെ തോന്നി. ഫർസാന തൻ്റെ മനസ്സിലേക്ക് ഇന്ന് വരെ കയറിയിട്ടില്ലെങ്കിലും ഭാര്യ എന്ന പദവിയിൽ അവളല്ലാതെ ആരുമില്ലല്ലോ. ഇങ്ങോട്ടിന് വിളിക്കുമെന്ന് തോന്നുന്നില്ല. മൊബൈൽ എടുത്ത് അവളുടെ നമ്പറിലേക്ക് വിളിച്ചാലോ എന്ന് ചിന്തിച്ച് പലവട്ടം നമ്പറിൽ കോൾ ചെയ്യാൻ ഒരുങ്ങിയെങ്കിലും മനസ്സ് സമ്മതിക്കുന്നില്ലായിരുന്നു. അവസാനം പറ്റാതെ വിളിച്ചു. ഒരുപാട് വട്ടം വിളിച്ചപ്പോൾ അവൾ ഫോണിലിട്ട് എന്താ എന്ന് കനപ്പിച്ച് ചോദിച്ചപ്പോഴാണ് വേണ്ടിയിരുന്നില്ല എന്ന് മനസ്സിലായത്. ഞാൻ വെറുതെ വിളിച്ചതാണ്, ഇങ്ങോട്ട് വിളിക്കില്ലല്ലോ, അതുപോലെ എല്ലാവർക്കും പറ്റണ്ടേ? അതിനുള്ള മറുപടിയായി അവൾ പറഞ്ഞു, ഞാൻ കണ്ടതല്ലേ, കുറച്ച് ദിവസം എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോകട്ടെ എന്ന് ചോദിച്ചപ്പോഴേ നിങ്ങളെ സ്വഭാവം. ഷാഫി മറുപടി പറയാതെ നിന്നപ്പോൾ
അവൾ വേറെ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞതും അവൻ ഫോൺ കട്ട് ചെയ്തു. വെറുതെ ഓരോന്ന് ആഗ്രഹിക്കും, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടാനാണ് എൻ്റെ വിധി. അവൾക്കൊന്ന് നല്ല പോലെ സംസാരിക്കാൻ പോലും കഴിയില്ല. അവൾക്കത് നല്ല രീതിയിൽ എന്നോട് സംസാരിച്ചൂടെ? എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഈ തർക്കുത്തരം പറയണത്? അണപ്പല്ലുകൾക്ക് പഠിച്ചവന് കൂടുതൽ ബലം നൽകിയത് ഇതൊക്കെ കടിച്ചമർത്താൻ കൂടിയായിരിക്കും എന്നും ചിന്തിച്ചു ഷാഫി പല്ലുകൾ കടിച്ചമർത്തിക്കൊണ്ടിരുന്നു. 2 വിവാഹം കഴിച്ചിട്ടും മാനസികമായി സന്തോഷം ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആണിൻ്റെ മാനസികാവസ്ഥ ആരറിയാൻ? യാ അല്ലാ, പെൺകുട്ടികൾക്ക് കെട്ടിയ പയ്യൻ്റെ ജീവിത രീതികൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ ആശ്വാസം പകരാൻ കുടുംബവും കൂട്ടുകാരികളും മറ്റുള്ളവരുണ്ടാവും. ഒരാണിനോ തൻ്റെ അവസ്ഥ തന്നെ നോക്കിയാൽ മനസ്സിലാകും. ആരെങ്കിലും ആശ്വാസം പകരാൻ ഉണ്ടാകുമെങ്കിൽ അത് സ്വന്തം വീട്ടുകാരും വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും മാത്രം. കാരണം ദാമ്പത്യത്തിലെ മുക്കാൽ കുറ്റവും എപ്പോഴും ആണിൻ്റെ തലയിലായിരിക്കും. ആരും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കില്ല. പുറമേക്ക് പരുക്കനായ ആണുങ്ങൾ ഒറ്റക്കാവുമ്പോഴാണ് സങ്കടങ്ങൾ ഓർത്ത് കരയുന്നതും കണ്ണീരൊഴുക്കുന്നതും. അതുകൊണ്ടാണ് അവർക്ക് ദുഃഖമില്ല എന്നായത്. ചിലർക്ക് ലഹരിക്ക് ആയുസ് പണയം വെച്ച് മണ്ണിലേക്ക് മടങ്ങാനായി ഒരുങ്ങുകയും ചെയ്യും. പക്ഷേ വിശ്വാസികൾക്ക് അതൊന്നും വയ്യല്ലോ. ക്ഷമിക്കാനാണ് മുന്നറിയിപ്പ്. കൂടുതൽ ആലോചിക്കാതെ നാളെ അയാളെ കാണാൻ പോകാനുള്ള ഒരുക്കങ്ങൾ മനസ്സിലിട്ട് നമസ്കരിക്കാനായി അവൻ പുറത്തേക്കിറങ്ങി. ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് സുറുമിത്ത വിളിച്ചു പറഞ്ഞത്, നമുക്കേ രാവിലെ നേരത്തെ തന്നെ പോവാം. ആളുകൾ വരാൻ തുടങ്ങുന്നതിന് മുമ്പ് പോയാൽ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് തിരിച്ചു വരാമല്ലോ. ആ ഇത്ത, നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ സമ്മതിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് എല്ലാവരോടും നേരത്തെ പോകാനായി ഒരുങ്ങാൻ പറഞ്ഞു. വീട്ടിലുള്ളവർ ആദ്യമായാണ് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് മാറേണ്ടതായി വരും. കാരണം ഈ ലോകവും ജീവിതവും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകില്ല. ചിലപ്പോഴൊക്കെ പലതും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. രാവിലെ തന്നെ വീട്ടുകാർക്കൊപ്പം യാത്ര തിരിച്ചു. സുറുമിയും അവരുടെ ഉപ്പയും അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞതിനാൽ സ്ഥലം ചോദിച്ചു മനസ്സിലാക്കി അവിടേക്ക് ചെന്നു. യാത്രക്കിടയിൽ ഉമ്മാൻ്റെ ബേജാറ് കണ്ടപ്പോൾ ഷാഫി പറഞ്ഞു, നിങ്ങൾക്കെന്താ ഉമ്മ എത്ര പേടി? അവരൊന്നും ചെയ്യൂല. പോടാ, എനിക്ക് പേടിയൊന്നുമില്ല. എന്താണ് അവർ പറയുക എന്ന് ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. അതൊക്കെ അപ്പോൾ നോക്കാം ഉമ്മ. ഞാനിപ്പോൾ തന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാം. പടച്ചോനാണ് എല്ലാം തീരുമാനിക്കുന്നത്. മനുഷ്യനെ പടച്ചോനെ നിങ്ങൾ കാണരുത് കേട്ടോ. അസുഖം മാറ്റാൻ കഴിയുന്ന ഡോക്ടർ മരുന്ന് തരുന്നത് കൊണ്ടാണ് ഡോക്ടർ പടച്ചോനാവില്ല. കാരണം ഈ ഡോക്ടറെ നിയന്ത്രിക്കുന്നതും അവൻ്റെ തലച്ചോറിലേക്ക് അറിവ് എത്തിച്ച് കൊടുക്കുന്നതും ആരാണ്? ആ ചിന്ത എവിടെയും ഉണ്ടാവണം. നമുക്കൊരു അസുഖം വന്നു, അത് മാറ്റാൻ പോകുന്നു എന്ന് മാത്രം ചിന്തിക്കണം എന്ന് പറഞ്ഞ് ഷാഫി വണ്ടിയിലിരിക്കുന്ന എല്ലാവരെയും നോക്കിയപ്പോൾ എല്ലാവർക്കും അവൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായിരുന്നു. സുറുമ പറഞ്ഞ വീട്ടിലേക്ക് വണ്ടി നിർത്തി സുറുമയെ വിളിച്ചതും അവർ എത്താറായി എന്ന് പറഞ്ഞു. കൂടുതൽ വൈകിയില്ല. സുറുമയും ഉപ്പയും വന്നു. അടുത്തേക്ക് വന്ന സുറുമ ഉമ്മയോട് സലാം പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ, നമുക്ക് പോയി എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഉമ്മ ചിരിച്ചുകൊണ്ട് തലയാട്ടി. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വാതിൽ തുറന്ന് അയാൾ തന്നെയായിരുന്നു. സുറുമയുടെ ഉപ്പയെ മനസ്സിലായതും സുറുമയുടെ ഉപ്പ എല്ലാവരെയും പരിചയപ്പെടുത്തി. ആരെയും കൂടുതൽ നോക്കാതെ അകത്തേക്കിരിക്കാൻ പറഞ്ഞതിനനുസരിച്ച് എല്ലാവരും അകത്തേക്കിരുന്നു. ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് നടന്നു. കൂടുതൽ വൈകാതെ വരൂ എന്ന് പറഞ്ഞ് ചികിത്സയ്ക്കിരിക്കുന്ന റൂമിലേക്ക് വരാൻ പറഞ്ഞതും ഷാഫിയുടെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. അകത്തേക്ക് ചെന്ന എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞ് അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പറയൂ, എന്താണ് എല്ലാവരും കൂടി? ആര് പറയും എന്ത് പറയും എന്നറിയാതെ ഷാഫിയും ഉമ്മയും മുഖാമുഖം നോക്കിയതും സുറുമ പറഞ്ഞു, ഞാനെന്ന് പറഞ്ഞിരുന്നില്ലേ എൻ്റെ ഭർത്താവിൻ്റെ അനിയനെക്കുറിച്ച്? അവനാണിത്. നിങ്ങൾക്ക് അവനെ കാണണമെന്ന് പറഞ്ഞിരുന്നു. സുറുമ പറഞ്ഞ് നിർത്തിയതോടെ കാര്യം മനസ്സിലായ അവർ ഷാഫിയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ ഷാഫിയ, തൻ്റെ ജീവിതം ചിലർ കലക്കിക്കളഞ്ഞത് അറിഞ്ഞില്ലേ? ഷാഫി ഒരു കാര്യം മനസ്സിലാവാതെ അവരെ നോക്കിയപ്പോൾ വീണ്ടും ചോദിച്ചു. കാലിലെ പാടിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. ഷാഫി അവർക്കത് കാണിച്ചു കൊടുത്തു. വീണ്ടും അവർ ചോദിച്ചു, തൻ്റെ കാര്യം ഞാൻ നോക്കിയിരുന്നു കേട്ടോ. വല്ലാത്തൊരു പെടലിലാണ് ഈ പെട്ടുപോയത്. പിറകിൽ ആരാണെന്നും നമുക്ക് നോക്കണ്ട. നമുക്ക് വന്നത് നമ്മൾ മാറ്റിയാൽ മതി. അവരെപ്പോലെ നമ്മളും ചെയ്തിരുന്നാൽ മതിയോ? മരിച്ചു പോകണ്ടേ? അവർക്കുള്ളത് പഠിച്ചോൻ കൊടുത്തോളും. നമ്മൾ കൊടുത്താലേ അവൻ കൊടുക്കുന്ന പവർ ഉണ്ടാവില്ല. നിനക്ക് ഒരു തലവേനയില്ലേ? അതും ചിലപ്പോൾ മഗ്‌രിബിൻ്റെ സമയത്ത് തുടങ്ങും, ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഉണ്ടാവും, ചിലപ്പം ഒന്നുമില്ലാതെ നോർമലായിരിക്കും. അങ്ങനെ വല്ലതും ഉണ്ടാവാറുണ്ടാവും. അതുപോലെ പാമ്പിനെ സ്വപ്നം കാണുക,
ദേഷ്യം പിടിച്ചാൽ കിട്ടാതെ വരിക, ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുക, ജീവിതം മടുത്ത പോലെ, അങ്ങനെ പലതും എനിക്ക് തോന്നാറില്ലേ? ഷാഫി ആലോചിക്കാതെ പറഞ്ഞു. ആ ഉണ്ട് ഉസ്താദേ, എല്ലാം സത്യമാണ്. ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ്. തലവേദന ഈ അടുത്താണ് തുടങ്ങിയത്. ഇപ്പോൾ എവിടേക്ക് പോകുമ്പോഴും ആ കയ്യിൽ തലവേദന മാറാനുള്ള വിക്സുമായാണ് പോവാറ്. തലക്കുള്ളിൽ ആരോ കയറിയിരിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെടും. ഹോസ്പിറ്റലിലേക്ക് കാണിച്ചു, മാറിയിട്ടില്ല. റൂമിൽ ഞാൻ ചേർത്ത വിക്സിൻ്റെ കുപ്പികൾ ഒരുപാടുണ്ട്. ഷാഫി പറഞ്ഞു നിർത്തിയപ്പോൾ ഉമ്മ പറഞ്ഞു. ഇവൻ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും. ചില സമയത്ത് സഹിക്കാൻ കഴിയാത്ത സഞ്ചാരമാണ് തലക്കുള്ളിൽ. പിന്നെ ക്ഷീണവും, ഉറങ്ങാൻ തോന്നും എപ്പോഴും. ഉറക്കത്തിൽ നിന്ന് നെട്ടി ഉണരും. ഷാഫി പറഞ്ഞതുപോലെ ഇതൊക്കെ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല, കുറച്ചേ ആയിട്ടുള്ളൂ. അവരോട് മറുപടി പറയാതെ അടുത്ത് നിൽക്കുന്ന മുംതാസിനെയും വഫയെയും നോക്കി അവർ ചോദിച്ചു. നിങ്ങളെ രണ്ടാളെയും അവർ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് തോന്നിയിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവരോട് പിന്നീട് ചോദിച്ച ചോദ്യം കേട്ട് വഫയും മുംതാസും ഇതെങ്ങനെ മനസ്സിലാക്കിയെന്ന ഭയം ഷാഫി അവരുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.